ഹലോ ഗേസ്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം ഗേസ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം ഗേസ്. അപ്പോൾ ഗേസ്, നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട് ഗേസ്. നല്ല രസമാണ്. നമ്മൾ ഇനി നേരെ നമ്മുടെ മറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോയിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ എൻട്രൻസ് ആണ്. 41ാമത്തെ കൊച്ചിൻ ഫ്ലവർ ഷോയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വീഡിയോ എടുത്തതിന് ശരിയാണ്, വീഡിയോ ഒക്കെ എടുക്കാം. ഇവിടെ നമ്മൾ കുറേ ചെടികളും ഒക്കെയാണ് ഗേസ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിവിടുന്ന് പൂക്കൾ, പല പല പൂക്കളാണ് ഗേസ് ഇവിടെ ഉള്ളത്. ഗേസ് കുറേ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ചെടികളാണ് ഗേസ് ഇവിടെ മെയിനായിട്ടുള്ളത്. പല പല ചെടികളാണ് ഗേസ് ഇവിടെ ഉള്ളത്. നാഗാർജുന നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നക്കട ഇതാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഗേസ്. അപ്പുറം തന്നെ നമ്മുടെ 5 മിനിറ്റിനുള്ളിൽ പടം വരക്കുന്നത് ലൈവ് വെച്ചു അങ്ങനെ എന്താണ് ഇവർ നമ്മുടെ ഫോട്ടോ വെച്ച്. ഇത് പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കിയേക്കണ മയിലാണ്. പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കിയ മയിലാണ് ഗേസ്. ഇത് നല്ല വലുതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കോൾ ഫോർ ഇവൻ ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെ സ്ഥലത്തൊക്കെ വിളിക്കാം. പുള്ളി ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടക്കാനാണ്, ചുറ്റും നടക്കേണ്ടത്. വിൻക എന്ന് പറഞ്ഞ ചെടി, അങ്ങനെ പല പല ചെടികളാണ് ഗേസ് ഇവിടെ ഉള്ളത്. കണ്ടോ, എല്ലാ സൈഡിലും ചെടികളോട് ചെടികളാണ്. ഇഷ്ടംപോലെ ചെടികളുണ്ടെന്ന് വെച്ചാൽ ചെടികളുണ്ട് ഗേസ്. ഇത് ഇപ്പം എടുത്തതല്ല, ഞങ്ങൾ വെക്കേഷന് ഒരു ടൂർ പോയി, അതിൻ്റെ വീഡിയോയാണ്. അത് ഇടാൻ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. ഞാനിപ്പോൾ ഫോണിൽ ഗാലറി എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. നമ്മൾ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ടായി, നമ്മൾ എഡിറ്റ് ചെയ്യാൻ മറന്നു കയറുന്നു. അപ്പം അതാണ് ഗേസ്. ഇവിടെ ഇങ്ങനെ കുറേ ചെടികൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണുന്നു. അപ്പം ഞാൻ പറയുന്നു, ഞാനപ്പം കാര്യം ഓർത്തില്ല, വീഡിയോ എടുത്തെന്ന് അറിയാമായിരുന്നു, പക്ഷെ കാര്യം മറന്നു ഗേസ്. അപ്പം അടുത്ത കൊല്ലം കേസ് ഉണ്ടാവും കേട്ടോ ഗേസ്. ഇത് 22-ാം തീയതി മുതൽ ജനുവരി ന്യൂ ഇയറിൻ്റെ അന്ന് വരെയായിരുന്നു. 2024 to 2025 ഫസ്റ്റ് ഡേ അത്ര ഉണ്ടായുള്ളൂ ഗേസ്. ഇത് വിൽക്കണ കേട്ട് ഇവിടുത്തെ ചെടികളില്ലേ, ഈ ചെടികളൊക്കെ വിൽക്കുന്നുണ്ട് കുറഞ്ഞ വിലയിൽ. പെട്ടെന്ന് വരാണെങ്കിൽ കിട്ടും. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ അന്നാണ് ഗേസ് ഇവിടെ ചെടികളൊക്കെ കൊടുത്തത്. കുറേ ചെടികളുണ്ട് ഗേസ്. നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായില്ല ഗേസ്. ചെടികൾ പല പല ടൈപ്പ് ചെടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ട് കാണാത്ത ടൈപ്പ് ചെടികളാണ് ഞാൻ അന്ന് അവിടെ വെച്ച് കണ്ടതിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കാണും 41th കൊച്ചിൻ ഫ്ലവർ ഷോ മറൈൻ ഡ്രൈവ് 2025. മറൈൻ ഡ്രൈവ് എറണാകുളം മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഷോ ആണ്. ഇതിങ്ങനെ കോല് മാറി ഇരുന്നിട്ട് ഫുള്ള് പൂ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എന്താണ് ഈ സ്കൊഡും അങ്ങനെ പല പല സാധനങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗീസ്. റെഡ് കളറ് പൂവ്. നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോഴും ഓരോ സ്ഥലത്തും ഇങ്ങനെ. പിന്നെ ഇവർ ചെടികൾ ഇങ്ങനെ വെക്കുന്നുണ്ട്, പല ചെടികൾ ഓരോ ചട്ടികളിലായിട്ട്. മാങ്ങ അങ്ങനെ പല വിധം ഐറ്റംസ് ഗേസ് ഇവിടെ ലഭ്യമായിരുന്നിട്ട്. ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. കണ്ട് ഗേസ്, അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി ഗേസ്. അങ്ങനെ പല പല ചെടികളായിട്ട് ഗേസ് ഇവിടെ കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഗേസ് ഇവിടെ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവർ കറക്റ്റ് എല്ലാം ഒതുക്കി വെച്ചേക്കണം. കറക്റ്റ് ഓരോ സെക്ഷനായിട്ട് ചെടികൾ ലെവൽ ഇതാണ് ഗേസ് ഇവർ വെച്ചേക്കണം. അടിപൊളിയായിരുന്നു ഗേസ്. ഇവിടെ കുറേ നമുക്കിങ്ങനെ ചുറ്റും നടന്ന് കാണാനുള്ള അവസരമൊക്കെ ഉണ്ട് ഗേസ്. കുറേ ടിക്കറ്റ് 30 രൂപ, ചെറിയ പിള്ളേർക്ക് 30, അങ്ങനെ 20, അങ്ങനെ എന്താണ്. ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് ഇവിടെ തെന്നി പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഓരോ പലകകൾ ഇട്ടുണ്ട് നടക്കുന്നിടത്ത്. ഈ വെള്ളമൊക്കെ ചാടൂലേ, അങ്ങനെ കുറേ താഴ്ത്തൊക്കെ ഇട്ടുണ്ട്. പിന്നെ അങ്ങനെ പല പല കുടം ഇങ്ങനെ
ചെടിച്ചട്ടികൾ അതിൻ്റെ വലിയതൊക്കെ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കി ഇവർക്ക് എന്താണ്ട് കാശ് കൊടുത്ത് ചെയ്യുന്നതാണെന്ന് തോന്നണം. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കേസ് ഇവിടെ. ഇങ്ങനെ കുറേ രസമായിട്ട് കാണാനും ഒക്കെ നല്ല രസമാണ് അവിടെ ഇങ്ങനെ ഇതൊക്കെ. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വലിയ ചെടിച്ചട്ടികളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് കേസ് ഇവിടെ ഉള്ള അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ മീനുണ്ട് കേട്ടോ കേസ്, കുറേ ഗപ്പിയും അങ്ങനെ പല പല കടലിൽ നിന്ന് കിട്ടുന്ന ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഈ അപൂർവമായി കിട്ടുന്ന മീനുകളാണ് ഇവർ ഫ്ലവർ ഷോയിൽ വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി. പല ആൾക്കാർക്ക് കാണാൻ വേണ്ടി പല പല ടൈപ്പ് മീനുകളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇച്ചിരി 3-4 അക്വേറിയത്തിലാണ് മീനുള്ളൂ. ഇച്ചിരി മീനുണ്ട്, പക്ഷെ അത് പല പല ടൈപ്പാണ്. എല്ലാത്തിലും ഒരെണ്ണത്തിന് പല പല കളറ്. അങ്ങനെ ഉള്ളിൽ നിന്നിട്ട് ശില്പം ഒക്കെ വെച്ച് അക്വേറിയം ഡെക്കറേറ്റ് ചെയ്തേക്കണം ഉള്ളിൽ. നിങ്ങൾക്ക് കണ്ടറിയാം കേട്ടോ, നോക്കി കഴിഞ്ഞാൽ അറിയാം ഉള്ളിൽ വേറെ വെറൈറ്റി ആയി. കണ്ട ഇവിടെയൊക്കെ പല പല കളർ മീനുകൾ. പിന്നെ ഇവിടെ എന്താണ്ട് കുറേ കടലിൽ നിന്ന് കിട്ടിയെന്നാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മരങ്ങളിൽ ചെടി അവർ കയറ്റി വെച്ചേക്കണം. ഇങ്ങനെ മരങ്ങൾ പല പല ഷേപ്പിൽ. ഒറിജിനലായിട്ട് കേസ് ഇതൊക്കെ കണ്ട ഒറിജിനലാണ്. ഇത് ഫോളോവേഴ്സ് പ്ലാന്റ് സ്റ്റോറി ആണ് എന്താണ്ട് പേര്. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ ചെടികളിങ്ങനെ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കില്ല, കറക്റ്റ് കത്രിക വെച്ചിങ്ങനെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യില്ല. അത് കണ്ട ഈ ചെടിച്ചട്ടികളൊക്കെ ഇത് ഉണ്ടാക്കിയത് ടേറ ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് ഇങ്ങനത്തെ ശില്പങ്ങളും ഒക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ഉണ്ടാക്കിയേക്കുന്നത്. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ കാണാൻ വച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളി. ഇച്ചിരി വൈകിപ്പോയി അപ്ലോഡ് ചെയ്യാൻ, അത്രേ ഉള്ളൂ. അല്ല അടിപൊളി കാര്യങ്ങളാണിത്. ഇതുമാതിരി ചെടികൾ ഇങ്ങനെ സൈഡിൽ കണ്ട പിന്നെ പല പലതായിട്ട് ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കേസ്. അങ്ങനെ കുറേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെ ഇവിടെ ആൾക്കാർക്കൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. എല്ലാവരും വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഓരോ സ്ഥലത്തു നിന്ന്. ഇത് കണ്ട പല പല ചെടികൾ ഇങ്ങനെ ഇതുമാതിരി ഇവർ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ കേസ്. ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. മാങ്ങ അങ്ങനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ അത് എനിക്കറിയാമായിരുന്നു ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന്. ഞാൻ യൂട്യൂബിൽ കഴിഞ്ഞുള്ളത് നോക്കിയപ്പോൾ കണ്ടിരുന്നു. നല്ല തിരക്കാർന്നെന്ന് പറഞ്ഞാൽ, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കുണ്ടായില്ല. ഇച്ചിരി ഒരു കഴിയുമ്പോഴാണ് തിരക്ക് വരുന്നത്. നേരത്തെ വന്നോട്ടെ കേസ് നിങ്ങൾ വരുമ്പോൾ തന്നെ. അടുത്ത കൊല്ലമാണ് ഇനി ഉണ്ടാവുന്നത്. സമയം കഴിഞ്ഞ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ടെന്ന് കേട്ടത് ന്യൂ ഇയറിൻ്റെ സമയത്ത്. അവിടെ രാത്രി മറൈൻ ഡ്രൈവിൽ നിന്നാണ്ട് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ മേക്ക് യുവർ കൺട്രി എ ഫുഡ് ആർട്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ശില്പങ്ങളില്ലേ, അങ്ങനെ കുറേ ശില്പങ്ങളുണ്ട്. ടെറ ക്രാഫ്റ്റ്സ് അവർ ആണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് കേസ്. നല്ല രസമാണ് കേസ്. ഇവർ കറക്റ്റ് അതേ ടൈപ്പിൽ തന്നെയാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെടിച്ചട്ടികളൊക്കെ നല്ല രസമുണ്ട് അവരുടെ എല്ലാം കാണാനൊക്കെ. പിന്നെ കുറേ പ്ലാന്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇവരാണ് നേഴ്സറി ഉണ്ട് അവർക്ക്. അവരുടെയാണ് ചെടികളൊക്കെ. അവർ ചെടികളിങ്ങനെ ഇവർ ചോദിച്ച് നിന്നാണ്ടിന് കൊടുത്തതാണ്, വിറ്റക്കെന്നാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പം എല്ലാവരും വന്നോട്ടോ ഗീസ്. അപ്പം ഗീസ് ഇത് കണ്ടോ പ്ലാന്റ് സ്റ്റോറി ഇങ്ങനെ വെറുതെ എഴുതി കാണാം. അവരുടെ നമ്പറും ഇൻസ്റ്റയിൽ പ്ലാന്റ് സ്റ്റോറി എന്ന് അടിച്ചാൽ വരും കേട്ടോ. അവരുടെ കാർഡ് അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗേസ്. അപ്പം നമ്മളിങ്ങനെ നടക്കാട്ടോ ഗേസ്. അപ്പോൾ ഗേസ് ഇങ്ങനെ ഇവിടെ ഓരോ റൗണ്ട് സർക്കിളിൽ പൂവ് വെച്ച് അങ്ങനെ ഇവിടെ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗേസ്. നമ്മൾ പെട്ടെന്ന് പോകണമെങ്കിൽ നമ്മൾ വീഡിയോ അധികം ലോങ് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ ഗേസ്. സമയം ഒരുപാട് പോകുമ്പോഴേ കണ്ടോ ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് അടിപൊളിയായിട്ടാണ് ഗേസ് ഇവർ ചെയ്തേക്കുന്നത്. ചുറ്റും ഒരു ചെടികൾ പൂക്കളാണ് ഫുള്ളാണ് കേട്ടോ ഗേസ്. അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോവാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞ കളറ് പൂക്കൾ, എല്ലാ കളർ പൂക്കളും ഉണ്ട് കേട്ടോ ഗേസ്.
ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്ന അടിപൊളി വെറൈറ്റി ഐറ്റം. അത്ര ഉള്ളൂ കേസ്. വെറൈറ്റി ഫുള്ള് വെറൈറ്റികളാണ്. നമ്മളിവിടെ നമ്മുടെ നാട്ടിലുള്ള ചെടികളല്ല ഇവിടെ കാണുന്നത്, മറിച്ച് വെറൈറ്റി ചെടികളാണ്. നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ പരിപാടിയുണ്ട്, സ്റ്റാളുകൾ, കടകളാണ് കേസ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി ഫുള്ള് കടകളാണ്. ഇത് കണ്ട, ഇത് എന്താണ്ട് വിത്തുകൾ, ചെടിയുടെ വിത്തുകൾ, സീഡ്സ്, വിത്തുകൾ, പിന്നെ ചെടികൾ, പിന്നെ എന്താണ്ട് ഡ്രസ്സുകൾ, പിന്നെ ബുക്ക്, മാതൃഭൂമിയുടെ ബുക്കുകൾ. ഒരു സ്റ്റാൾ വെറുതെ എടുക്കണം, അത് കാശ് കൊടുക്കുന്നത്. പിന്നെ എന്താണ്ട് നമുക്കിങ്ങനെ എന്താണ് അസുഖത്തിൻ്റെ അതൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ടൊഗേസ്. കണ്ടോ, ബമ്പർ പ്രൈസ് ഇലക്ട്രിക് കാർ. പാനസോണിക്കിന്റെ ഇലക്ട്രിക് റൈസ് കുക്കറാണ്. നമുക്കതിൽ ഹലുവ, കറികൾ, സാമ്പാർ, മീൻകറി, ചിക്കൻ കറി എന്തുകൊണ്ട് നമുക്കതിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രിക് റൈസ് കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ മനസ്സിൽ റൈസ് മാത്രമേ ആക്കാൻ ഇതുണ്ട്. അപ്പം നമുക്കിതിൽ എല്ലാം ചെയ്യാൻ പറ്റും, ഫ്രൈ ഉൾപ്പെടെ എല്ലാം നമുക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇവിടെ കിടക്കകൾ, സോഫ, അതൊക്കെ, പിന്നെ ഇലക്ട്രിക് ബൾബുകൾ, പിന്നെ ലാമ്പുകൾ, അതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മസാജിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മോപ്പുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. വാട്ടർ ക്ലീനിങ്ങിൻ്റെ അത്, പിന്നെ കുറേ കത്തി, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ലൈറ്റ്, സ്പൂണ്, അങ്ങനെ പല പല കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഡ്രസ്സുകൾ, ചെരുപ്പുകൾ ഒക്കെയാണ്. പിന്നെ അലുവ, കോഴിക്കോട് അലുവ ഉണ്ട്. കണ്ടോ, കോഴിക്കോട് അലുവകൾ, പല ടൈപ്പ് അലുവകൾ. പിന്നെ ഇവിടെ എന്താണ് ചവിട്ടികൾ, ചെരുപ്പുകൾ, കമ്മൽ കട, നൈറ്റ് ഫാൻസി, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ ഗേസ്. കണ്ട, ഐസ്ക്രീം, അങ്ങനെ തോർത്ത്, ഡ്രസ്സുകൾ, ഫോൺ കവറുകൾ, ഇലക്ട്രിക് സൈക്കിൾ. ഈ ഇലക്ട്രിക് സൈക്കിളിന് എത്ര വില? സ്റ്റാർട്ടിങ് 25,000. അങ്ങനെ കുട്ടികൾക്ക് പറ്റിയ സൈക്കിളും എല്ലാം ഉണ്ട് കേസ് ഇവിടെ. ഐസ്ക്രീം കട, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ കുറേ തുണികൾ, തുണിക്കട, അങ്ങനെ കുറേ തൂർത്ത് കട, ബാഗിൻ്റെ കട, പിന്നെ എന്താണ്ട് ലേഹ്യമാതിരി എന്താണ്ട് സംഭവങ്ങൾ, അങ്ങനെ ഇവിടെ കുറേ ഉണ്ട് കേസ് കേട്ടോ. ഗേസ് ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റാളുകളുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസിൻ്റെയാണ് ഗേസ്. ഞങ്ങൾ കുടിച്ച കുലുക്കി സർബത്തിൻ്റെ ആട്ടോ കേസ് ഇത്. ഞങ്ങൾ നല്ല അടിപൊളി ബൂസ്റ്റ് കുലുക്കി കുടിച്ച് 40 രൂപ. ഇപ്പം ഞങ്ങളുടെ ആട്ടോ കേസ് കുലുക്കിയത്. കണ്ടോ, ഞങ്ങളുടെ കുലുക്കി സർബത്താട്ടോ കേസ് കുലുക്കിയത് കേട്ടോ. അപ്പോൾ കേസ് നമ്മൾ നേരെ പോയത് ബിരിയാണി കഴിക്കാനാട്ടോ കേസ് നമ്മളിന് പോകുന്നത്. ഇച്ചിരി കേസ് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ കേസ്. ആവശ്യമായിട്ട് കേസ് നമ്മുടെ അടുത്ത് നിൽക്കണം. ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാനായിട്ടാണ് കേസ് പോയത്. നല്ല തിരക്ക്, കുറേ നേരം നിന്നിട്ടാട്ടോ കേസ് സീറ്റ് ഇട്ടിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഇക്കാക്ക നേരത്തെ തിന്നു കേട്ടോ, മറ്റേ വീട്ടിൽ നിന്ന് കഴിക്കൊണ്ടുവന്നത്. ഞങ്ങൾ എന്നിട്ട് നേരെ മറിയൻ ഡ്രൈവ്, ഞങ്ങൾ നേരത്തെ ചെന്നുകൊണ്ടാണ് നേരത്തെ മറിയൻ ഡ്രൈവിൽ വന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി മറിയൻ ഡ്രൈവിൻ്റെ വാക്ക് വേ, ആ വഴിക്കൂടെ നടന്നങ്ങോട്ട് പോവാട്ടോ ഗേസ്. മറിയൻ ഡ്രൈവിലേക്കാണ് ഗേസ് നമ്മളിനി നേരെ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം കിട്ടും ഗേസ്. നമ്മൾ മറിയൻ ഡ്രൈവിലേക്ക് ആൻറ്റി, അമ്മായി എല്ലാവരും നടക്കുന്നുണ്ട് ഗേസ്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ വാക്ക് വേ എന്നാണ്, മറിയൻ ഡ്രൈവ് വാക്ക് വേ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇച്ചിരി നടക്കണം, കുറച്ചൊക്കെ നടക്കണം കേട്ടോ ഗേസ്.
അങ്ങനെ നമ്മുടെ കടുകാരത്തിൻ്റെ കാലമേ മറിയൻ ഡ്രൈവ് ഇതാ എത്തിക്കൊള്ളുന്നു ഗൈസ്. ഗേൾസ്, ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് അറിയാം. ഞാൻ ഇന്ന് എത്ര തവണ ഗേൾസ് എന്ന് പറഞ്ഞിരുന്നു കമൻറ്റ് ചെയ്യുക, അയാൾക്കൊരു സമ്മാനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗേൾസ്, മറിയൻ ഡ്രൈവിൻ്റെ വാക്ക്വേന്ന് നമ്മൾ മറിയൻ ഡ്രൈവിൻ്റെ ഉള്ളിലുള്ള വാക്ക്വേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഗേൾസ്. അപ്പോൾ ഗേൾസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗേൾസ്. നമ്മൾ എങ്ങനെ നടക്കാട്ടെ ഗേൾസ്. ഇതൊക്കെ അവിടെ ഇങ്ങനെ കുറേ കപ്പലുകളൊക്കെ ഉണ്ട് ഗേസ്. നമുക്കിങ്ങനെ കുറേ സ്ഥലത്തേക്ക് അറ്റത്തേക്കൊക്കെ ബോട്ടിങ് ഇല്ലേ ഉണ്ട്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഗേസ്. ഗേസ് ഉണ്ട് ഗേസ്. നമ്മളെല്ലാവരും ഇച്ചിരി നടക്കണം, നല്ല അടിപൊളിയേ ഉള്ളൂ. നല്ല കാറ്റാട്ട് ഗേസ്. ചിലപ്പോൾ ഞങ്ങളെ അടുത്ത് നിന്നൊരു ആരാണ്ട് ഏതൊരു ഇക്കായാണ് ചേച്ചിയുടെ തലയിലേക്ക് കാക്ക തൂറിയിട്ടോ ഗേസ്. കാക്ക വരാത്ത രീതിയിൽ കാക്ക തൂറേണ്ട അംശങ്ങളുണ്ട് ഗേസ്. അവിടെയൊക്കെ പല സ്ഥലത്ത് കാക്ക തൂറി കിടക്കണതാണ്. കാക്ക ഇല്ലെങ്കിൽ പ്രാവ് ആരെങ്കിലും തലയിൽ തൂറും. ആൾക്കാർ കൊടയായിട്ട് നടക്കണം പേടിച്ചിട്ട് കാക്ക തൂറാതിരിക്കാൻ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒരു കുട കൊണ്ടുവന്നോട്ടെ ഗേസ്. മറൈൻ ഡ്രൈവിൽ വന്നവർ കാക്ക തൂറും കേട്ടോ ഗേസ്. ഞാനിങ്ങനെ അവരൊക്കെ അവിടെ കണ്ടൊക്കെ ഇരിക്കുന്നു. ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിട്ട് ഗേസ്. നല്ല കാറ്റായിട്ട് ഗേസ് ഇവിടെ ഇങ്ങനെ വീശുന്നതിട്ട് ഗേസ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഗേസ്. ഞങ്ങളിപ്പോൾ തന്നെ പോകട്ടോ ഗേസ്. മറൈൻ ഡ്രൈവിൽ അധികം നിൽക്കാൻ സമയമില്ല. നമ്മളൊരു സ്ഥലത്തേക്കാട്ടെ ഗേസ് പോകാൻ പോകുന്നത്. അത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയില്ല, ഞങ്ങൾ അവസാനമായിട്ട് ഗേസ് അറിഞ്ഞത്. ഇത് അടി കണ്ടിട്ട് ഗേസ്. നമ്മളിങ്ങനെ പോണ വഴിക്ക് കണ്ടതാണ്. ഇവിടുത്തെ കായലിൽ മീൻ പിടിക്കാൻ വേണ്ടി വല ഇടൂലേ, ആ വല അവിടെയൊക്കെ ഉണ്ടോ. കുറേ വലകളൊക്കെ കാണാട്ടെ ഗേസ്. ഇങ്ങനെ കുറേ വലകളൊക്കെ നമുക്ക് ഇവിടെ ഇതാ കാണാട്ടെ ഗേസ്. അങ്ങനെ നിങ്ങളൊരു സർപ്രൈസാണ് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് ഒരു സർപ്രൈസാണ് കാത്തിരിക്കുന്നത്. എല്ലാവരും കണ്ടറിയണം കേട്ടോ ഗേസ്. അപ്പോൾ ഗേസ്, ഞങ്ങളിങ്ങനെ പോവാണ്. എവിടെയാണെന്ന് എനിക്കും അറിയാൻ വേണ്ടായില്ല കേട്ടോ ഗേസ്. ആദ്യം എവിടെയാണെന്ന് ഞാൻ ഏറ്റവും അവസാനമാണ് ഗേസ് ഈ കാര്യം അറിഞ്ഞത്. അപ്പോൾ ഗേസ്, നമ്മൾ എയർപോർട്ടിലേക്കാണ് ഗേസ് പറഞ്ഞത്. നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ്. കണ്ട ഗേസ്, കണ്ട ഇതാണ്. അപ്പോൾ ഗേസ്, നമ്മൾ പറഞ്ഞ എയർപോർട്ട് ഗേസ് നിങ്ങൾ കണ്ട ഗേസ്. എയർപോർട്ടിൽ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാട്ടെ ഗേസ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്ക് വശത്താണ് ഗേസ് നമ്മൾ വന്നത് കേട്ടോ ഗേസ്. ഉണ്ടോ, നല്ല വ്യൂ ആണ് കേട്ടോ ഗേസ്. ഇതേ ഒരു പ്ലെയിൻ പോകുന്നത് നിങ്ങൾ കണ്ടോ. ഇത് സർക്കിൾ ചെയ്ത് വന്നിട്ടായിരിക്കും പോകുന്നത്. ഇത് ലാൻഡ് ചെയ്തതാട്ടി ലാൻഡ് ചെയ്തത് അത് അവർ പാസഞ്ചേഴ്സിനെ ഇറക്കാൻ പോകുന്നതെന്നായിട്ട് എനിക്ക് തോന്നണം. അതെ അങ്ങോട്ട് പോയേക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലെയിനുകളൊക്കെ കൃത്യമായിട്ട് കാണാട്ടോ ഗൈസ്. അപ്പോൾ കണ്ട ഗേസ്, ഇതേ ആ പ്ലെയിനോട് ഇങ്ങനെ കത്തി ഇങ്ങനെ കറങ്ങി നടക്കട്ടുണ്ട് ഗൈസ്. അല്ലാ എൻ്റെ റബ്ബേ, ആദ്യമായിട്ടാണ് ഗേസ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഗേസ്. അപ്പോൾ ഗേസ് കണ്ട ഈ ഫ്ലൈറ്റ് ഇങ്ങനെ സർക്കിൾ ചെയ്ത് എന്താണെന്നാട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഗേസ്. ആ പ്ലെയിൻ ഇങ്ങനെ പതിയെ ഓരോ സർക്കിൾ ചെയ്യാണ്. ഇങ്ങനെ റൗണ്ട് ആവൂലേ പ്ലെയിൻ. അപ്പോൾ ഗേസ് ഇങ്ങനെ പ്ലെയിൻ ഓടിക്കാൻ നല്ല രസമാണ് ഗേസ്. ഇവിടെ നിങ്ങൾ വൈന്നം നിങ്ങൾക്ക് ശ്രീമൂലനഗരം വഴി ഇങ്ങനെ വരാം ഗേസ്. ഇത് കണ്ടു ഗേസ്, ഇതിപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോണ പ്ലെയിനാട്ടോ ഗേസ്. ഇപ്പോൾ നേരെ ചെന്നിട്ട് പോവാണ്. നമ്മൾ നേരത്തെ കണ്ട സർക്കിൾ ചെയ്ത പ്ലെയിനില്ലേ, അതാട്ടോ ഗേസ്. ഇത് ഇച്ചിരി അധികം കൂടെ റൗണ്ടൊക്കെ അടിച്ച് എന്നിട്ട് നേരെ നേരത്തെ നമ്മൾ വന്നപ്പോൾ അത് അവർ അവിടെ നിന്ന് കയറ്റിയിട്ട് എല്ലാം റെഡി ആയിട്ട് പോയതാട്ടോ ഗേസ്. ആ പ്ലെയിനാട്ടോ ഗേസ് നേരത്തെ കണ്ടത് പോയത്. നമ്മളെപ്പോലെ വേറെ ആൾക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലെയിൻ പോകുന്നതൊക്കെ നമുക്ക് കാണാട്ടോ ഗേസ്. അപ്പം നല്ല രസമാട്ടോ ഗേസ് പ്ലെയിൻ പോകണം. ഇപ്പം തന്നെ ഇനി അടുത്തതും പോകും. അങ്ങനെ രണ്ടും ഞാൻ ചെന്നപ്പോൾ 3-4 പോണ കണ്ട്.
ഇതും അതുമാതിരി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ റൗണ്ട് അടിച്ച് സ്പീഡിൽ പോകാൻ. അപ്പം ഗൈസ് ഇനി ഈ ഫ്ലൈറ്റ് ഇനി അറ്റത്തേക്ക് പോയിട്ട് ഒന്നുകൂടി ഫ്ലൈ ചെയ്യണമെന്നാട്ടോ എനിക്ക് തോന്നുന്നത് ഗൈസ്. കണ്ടോ, ഇൻഡിഗോയുടെ കേട്ടോ, ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. കണ്ടോ, ഇൻഡിഗോയുടെയാണ്. അത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. അത് കുറേ നേരം ഇങ്ങനെ കറങ്ങി അത് ഗൈസ് ആ പ്ലെയിൻ പോകുന്നതാണ്. ആണോ അതെ ഗൈസ്, ആ ഫ്ലൈറ്റ് പോവാട്ടെ ഗൈസ്. അതെ വണ്ടി അറ്റത്തുനിന്ന് വണ്ടി. ആ പ്ലെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല ലാൻഡ് ചെയ്തത്. ഇവിടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ലാൻഡ് ചെയ്തതാണ്. അത് ലാൻഡ് ചെയ്ത് പറഞ്ഞിട്ട് കേസ്. കണ്ടോ, അതവിടെ ലാൻഡ് ചെയ്താണ്. അപ്പം കേസ് കണ്ടു കേസ്, കണ്ടോ, അതവിടെ ലാൻഡ് ചെയ്തു. നേരത്തെ പറഞ്ഞ ഇൻഡിഗോയാട്ടോ കേസ് ഈ പോണ. സർക്കിൾ ചെയ്തുകൊണ്ടിരുന്ന ഇൻഡിഗോ, റൗണ്ട് ചെയ്ത് ഇൻഡിഗോയാണ് ഇതേ പോകുന്നത്. ആകാശത്ത് അങ്ങോട്ടല്ല, ഇച്ചിരി കൂടി താത്തി പിടിക്കാൻ പായിൽ കേസ് പോകണുണ്ടോ. അപ്പം അതും കേസ് പോയിട്ട് കേസ്. ഐഫോണൊക്കെ ഉള്ളവർക്കാണ് പറ്റുള്ളൂ. പിന്നെ ഇച്ചിരി കഴിഞ്ഞ് രാത്രിയൊക്കെ ആയിട്ട് കേസ് ഇരുട്ടായി. പിന്നെ ഞങ്ങളിത് പോകാൻ പോകണട്ടെ കേസ്. ഞങ്ങളെല്ലാവരും പോകാനായിട്ട് നിൽക്കുകയാണ്. വണ്ടിയൊക്കെ തുറന്ന് കേസ്. ഉമ്മയും നിൽക്കുന്നുണ്ട്, ഐഷായും നിൽക്കുന്നുണ്ട്, ആസിമും കേസ് നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വണ്ടിയിലേക്ക് കയറട്ടെ കേസ്. ആസിമ ആദ്യം കയറി. ആസിമാണ് കേസ് ആദ്യം കയറിയതിട്ട കേസ്.